രാവിലത്തെ ക്രിക്കറ്റ് കളിക്കുള്ള വരവാണിത്. ഗ്രൗണ്ടിൽ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ, ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ആയിട്ട്. എല്ലാ നാട്ടുമ്പുറങ്ങളിലുള്ള ക്രിക്കറ്റ് കളിക്കാരെ പോലെ ഞങ്ങളുടെ നാട്ടിലുള്ളവരിൽ മിക്ക പേർക്കും ആദ്യം എനിക്ക് ബാറ്റ് ചെയ്യണം, ആദ്യം എനിക്ക് ബൗൾ ചെയ്യണം, ഫീൽഡ് ചെയ്യാനെന്നാ മടി. ആ ഒരു ചിന്താഗതി ഉള്ളതാണ് ഞങ്ങളുടെ കൂടെയുള്ള ഈ കളിക്കാരെല്ലാവരും, മിക്കവാറും പേര്. രാവിലെ പൊതിച്ചു മൂടി കിടന്നുറങ്ങാനുള്ള സുഖം കാരണം പതിയെ പതിയെ ഓരോരുത്തരായിട്ടാണ് വരുന്നതേ ഉള്ളൂ. ആളുകൾ ഇതുവരെ തികഞ്ഞിട്ടില്ല. ഒരു മെസ്സേജ് നൽകാൻ വേണ്ടി മാത്രമാണ് ഈ ഷോർട്ട് ഫിലിം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡയലോഗുകൾ അധികമൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് ആദ്യമേ ഓർപ്പിക്കുകയാണ്. കളി കഴിഞ്ഞ് അതിനടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിലെ ചായ കുടിയാണിത്. ഇവിടെയാണ് ഇന്നത്തെ കാര്യങ്ങളുടെ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇന്ന് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനെല്ലാം നടക്കുന്നത് ചായ കുടിക്കിടയിലാണ്. ഓരോരുത്തരും വന്ന് കൂടുന്നതേ ഉള്ളൂ. ഇന്നിനി എങ്ങോട്ടാണോ പോകുന്നത് നോക്കാം. നമുക്ക് ഇന്നത്തെ യാത്ര ഇനി എങ്ങോട്ടാണ്, ഇന്നത്തെ പ്ലാൻ, പദ്ധതികൾ എന്താണ് എന്ന് നോക്കാം. പോയാലോ എത്ര പേരുണ്ട്? നമുക്ക് മറ്റേ പൈനോട് വിളിക്കാം. പുള്ളി വരുമോ? നടക്കാനുണ്ടോ? താഴത്തെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കയറ്റി വെച്ചോ. താഴെ കൊണ്ടല്ലോ താഴെ വെച്ചിട്ട് താഴെയല്ല മണ്ടല്. അപ്പൊ മണ്ടല താഴെ വേറെ ഉണ്ടോ? അതറിയാം. താഴെയല്ല മണ്ടലോ. അത് ശരി, രണ്ട് അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ സെൽഫി ഭ്രാന്തൻ സിജു. എപ്പോൾ വേണേലും സെൽഫി എടുക്കണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അത് കാരണം തന്നെ എല്ലാവരും ഇവനിട്ടിരിക്കുന്ന പേര് സെൽഫൻ സിജു എന്നാണ്. ഇനി ഞങ്ങളുടെ യാത്രയും സിജുവിൻ്റെ സെൽഫികളും കാണുക.
സിജോട് തന്നെ വീഴുന്ന സൂക്ഷിക്കണം. ഫോട്ടോ ഒക്കെ എടുക്കുന്ന വെള്ളം മറിഞ്ഞു വീഴരുത്. ദിവസേന അനേകം സെൽഫി ദുരന്തങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും പോയി അപകടകരമായ രീതിയിൽ സെൽഫികളെടുത്ത് ഫോട്ടോകളെടുത്ത് അപകടത്തിലേക്ക് എടുത്തു ചാരി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അനേകരുടെ കാര്യം നമുക്കറിയാം. കഴിവതും നമുക്ക് പരിചയമില്ലാത്ത വെള്ളക്കെട്ടുകളിലും വെള്ളച്ചാട്ടങ്ങളിലും അപകടകരമായ സ്ഥലങ്ങളിലും അപകടകരമായ ജീവികളോടൊപ്പവും ഫോട്ടോ എടുക്കാനോ മറ്റു സെൽഫികൾ എടുക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. ദുരന്തങ്ങൾ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ സെൽഫി ഭ്രമം ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എന്നേക്കുമുള്ള ദുഃഖത്തിന് കാരണമായേക്കാം. അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക. അപകടകരമായ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും ഒഴിവാക്കുക. ഇതോടൊപ്പം തന്നെ സെൽഫി മൂലം ജീവൻ രക്ഷിക്കപ്പെട്ട ഒരു കഥയും കോട്ടയത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വിരോധാഭാസങ്ങളാണിത്.